ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോ വന്നിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീക്കെൻഡ് പ്രൊമോയിൽ കാട്ടിയ സീനുകളൊക്കെ തന്നെയാണ് ഇന്ന് വന്ന പ്രൊമോയിൽ. അതിലൊരു അഡീഷണൽ സീൻ എന്ന് പറയുന്നത് കോടതിയിലെ ചില കാര്യങ്ങളും സംഭവങ്ങളാണ് കാട്ടിയത്. പക്ഷേ ഇന്ന് വന്ന പ്രൊമോയിൽ വലിയൊരു ട്വിസ്റ്റ് ഒളിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സംഭവം എനിക്ക് ഇന്ന് വന്ന പ്രൊമോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അതെന്താണെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം കേട്ടോ. എന്താണെങ്കിലും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ട്വിസ്റ്റ് സംഭവിക്കുമെന്ന്. അപ്പോൾ പ്രൊമോ കണ്ടപ്പോൾ പെട്ടെന്ന് അന്ന് ക്ലിക്കാവാൻ ചാൻസ് ഇല്ല, പക്ഷേ സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു പ്രൊമോയാണ് ഇന്ന് വന്നത്. അപ്പോൾ ആ ഒരു സംഭവം എന്താണെന്ന് ഞാൻ വീഡിയോയിലൂടെ പറയാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂടണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ അഡ്വക്കേറ്റ് അഞ്ജലി പുതിയൊരു ടൈം ഷെഡ്യൂൾ 6 മണിക്കാണ് വരുന്നത്. 6:30 പ്രൊമോ വരും. അപ്പോൾ ഈ ഒരു സമയത്തേക്ക് ആളുകൾ അങ്ങ് റീച്ചായി വന്നു തുടങ്ങിയിട്ടില്ല. നമുക്കറിയാം ലേറ്റായിട്ട് എപ്പിസോഡുകൾ നേരത്തെ ഉണ്ടായിരുന്നത് 10 മണിക്കായിരുന്നു. അപ്പോൾ 6 മണി ഒരു ടൈമിലേക്ക് നമ്മുടെ ആളുകൾ തിരിച്ചെത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് വ്യൂസ് തീരെ കുറവാണ്. അപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് അഞ്ജലി ഏത് സമയത്താണെങ്കിലും നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനലിൽ പറ്റുമ്പോഴൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു എപ്പിസോഡ് തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ട് 2 സംഭവങ്ങളാണ് പറയാൻ വേണ്ടിയുള്ളത്. ഒന്നെന്ന് പറയുന്നത്, നമുക്കറിയാം അഞ്ജലി പോയിട്ടുള്ളത് പത്മ കേസുമായി ബന്ധപ്പെട്ട ഫയൽ എടുക്കണം. അതുപോലെ തന്നെ കോടതിയിൽ ചില കാര്യങ്ങൾ അഞ്ജലിക്ക് ചെയ്യാനുമുണ്ട്. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ അഞ്ജലി പോയിട്ടുള്ളത്. നമുക്കറിയാം വീട്ടിൽ ചെല്ലുകയും അവിടെയും ചെറിയ സീനൊക്കെ നടന്നു. അങ്ങനെ അഞ്ജലി അവിടെ ചെന്ന കാര്യങ്ങളൊക്കെ ഫയലുകളും കാര്യങ്ങളൊക്കെ എടുക്കും. അങ്ങനെ അഞ്ജലി തിരിച്ചു പോരും. അപ്പോൾ ഈ ഒരു സമയത്ത് അവിടെ ശംഖചക്രത്തിൽ വലിയ പൊട്ടിത്തെറികൾ നടക്കുകയാണ്. അപ്പോഴും ആ പൊട്ടിത്തെറികൾ അവസാനിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുപമയ്ക്കാണ് അഞ്ജലി എങ്ങോട്ടേക്കായിരിക്കും പോയിരിക്കുന്നത് എന്ന്. അത് മാത്രമല്ല, ടെൻഷൻ അടിക്കുന്ന വേറെ പല കാര്യങ്ങളും ഉണ്ട്. അതെന്താണെന്ന് നമുക്കറിയാം. ഒന്ന്, അബി ഇപ്പോൾ തന്നെ തിരിച്ചു വരും. അബി വന്നു കഴിഞ്ഞാൽ അഞ്ജലിയെ കാണും. പിന്നെ എന്തൊക്കെയായിരിക്കും അവിടെ നടക്കാനായിട്ട് പോകുക, തന്നെ ചവിട്ടി പുറത്താക്കും എന്നൊക്കെയാണ് അനുപമ ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നാണ് ഹരീന്ദ്രൻ വക്കലിനെ വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്, അഞ്ജലി അവിടേക്ക് എത്തിയോ എന്ന് നോക്കണം, കോടതിയിലേക്ക് എത്തിയോ എന്ന് നോക്കണം. അവൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, അവിടെ അഡ്വക്കേറ്റ് അഞ്ജലി അങ്ങോട്ടേക്കാണ് എത്തിയത് എന്ന് നോക്കണം എന്നൊക്കെ അനുപമ ഹരീന്ദ്രനെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പിന്നെ ഒരു പ്രധാനപ്പെട്ട സംഗതികൾ എന്ന് പറയുന്നത്, ജാസ്മിന് ഒരു പുതിയൊരു കേസ് സ്വന്തമായിട്ട് ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് തുടങ്ങിയത് ഹരീന്ദ്രൻ വക്കീൽ അറിഞ്ഞു. അതുപോലെ തന്നെ ഈ സംഭവം രാഘവൻ അറിഞ്ഞ ഹെവി സീനാകും കേട്ടോ. അപ്പോൾ കൂടത്തിലുള്ള ഒരാൾ ഉയർന്നു പോകാൻ ഒരിക്കലും അഡ്വക്കേറ്റ് രാഘവനെ സമ്മതിക്കത്തില്ല. അപ്പോൾ അത് അയാളുടെ ഒരു ദുഷ്ടതരമായിട്ടുള്ളൊരു മനസ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവം ഇന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രൊമോയിലും ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊരു മെയിൻ സംഭവം ഒളിഞ്ഞിരിപ്പുണ്ട്. അതാണ് ഞാൻ പറയാനായിട്ട് വരുന്നത് കേട്ടോ. പിന്നെ അതുകൂടാതെ ഇന്ന് അമ്പാടി നമ്മുടെ പത്മിനെ വീട്ടിലെത്തിക്കും, അഞ്ജലിയുടെ വീട്ടിലെത്തിക്കും. അവിടെ കുറച്ച് സീനൊക്കെ നടക്കുന്നുണ്ട്. അമ്മായി കിടന്ന് ചൊറിയുന്നുണ്ട്. അമ്മായിയാണ് ഇവിടെ ചിലവിന് കൊടുക്കുന്നത്. ശിവരാമനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അതൊരു എന്തിനോ വേണ്ടി ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരു സാധനമാണ്, അങ്ങനെ എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട് ഈ അമ്മായി കേട്ടോ. എന്തൊരു ടോക്സിക് ആണല്ലേ ഈ അമ്മായി. ഞാൻ ശരിക്കും ആലോചിച്ച് നോക്കി, എന്തൊരു ടോക്സിക് സ്ത്രീയാണെന്ന്. അതായത് 100 കൂട്ടം കാര്യം അവർക്ക് ചെയ്തു കൊടുത്താൽ ഒരു കാര്യം അവർ ചെയ്യുന്നത് അത് മാത്രമായിരിക്കും വിലയുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ത്രീയാണ് കേട്ടോ അവർ. അങ്ങനെ ഈ സ്ത്രീ ഇങ്ങനെ കിടന്ന് പറയുന്നത് ശിവരാമൻ ചേട്ടൻ വീടിൻ്റെ പുറകിൽ നിന്ന് കേൾക്കുകയും പുള്ളിക്ക് ഒരുപാട് വിഷമമൊക്കെ ആവും കേട്ടോ. അപ്പോൾ അങ്ങനെ അയാൾ വളരെ വിഷമത്തോടു കൂടി പോകുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നി. എന്താണെങ്കിലും പത്മേനെ വിളിച്ച് നമ്മുടെ ശ്യാമളാമ്മ കയറ്റി ഇവിടെ തന്നെ ഇവളോട് താമസിക്കും, നീ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ടെന്ന് പറയും. അങ്ങനെ അമ്മായി നാളം കെട്ടുപോകും. അപ്പോൾ ഈ ഒരു സമയം അപ്പോൾ തന്നെ ഈ കാര്യങ്ങളെല്ലാം വിളിച്ച് അനുപമയോട് പറയണം, നിൻ്റെ ജീവിതം കോഞ്ഞാട്ടയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വിളിച്ച് പറയുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഏകദേശം എപ്പിസോഡുകൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. എന്താണെങ്കിലും പത്മ നമ്മുടെ അഞ്ജലിക്കുട്ടിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ ഇനി സേഫായിട്ട് കഴിയാൻ പറ്റും. ഏറ്റവും സുരക്ഷിതമായൊരു ഇടം എന്ന് പറയുന്നത് അത് തന്നെയാണ് കേട്ടോ. വേറെ എവിടെയും നമ്മുടെ പത്മ പോയിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. ഇന്ന് വന്ന പ്രൊമോയുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ 2-3 കാര്യങ്ങളാണ് ഇന്ന് വന്ന പ്രൊമോയിൽ കാട്ടിയത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, അബി തിരിച്ചു വരികയാണ്. നമ്മുടെ അഞ്ജലി കാണുന്ന ഒരു സീന്. പിന്നെ കോടതി മുറ്റത്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, അങ്ങനെ ചില കാര്യങ്ങളൊക്കെയാണ് കാട്ടിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്, നിങ്ങളോട് ഞാൻ ഈ പ്രൊമോ തുടങ്ങുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, വലിയൊരു ട്വിസ്റ്റ് ഇന്ന് വന്ന പ്രൊമോയിൽ ഒളിച്ചിരിപ്പുണ്ട് എന്ന്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഹരീന്ദ്രൻ വക്കീൽ പറയുന്നുണ്ട് അഡ്വക്കേറ്റ് അഞ്ജലി ഇവിടെ വന്നിട്ടുണ്ടാവും എന്നാണ് അത് അനുപമ പറഞ്ഞ കാര്യമൊക്കെ പറയും. അപ്പോൾ അഞ്ജലി ഇവിടെ വന്നിട്ടുണ്ടാവും എന്ന് അതായത് രാഘവനോട് പറയും. അപ്പോൾ രാഘവൻ ഇങ്ങനെ അവരെല്ലാവരും കൂടെ അഡ്വക്കേറ്റ് അഞ്ജലി നമ്മുടെ അഞ്ജലിക്കുട്ടി ഇങ്ങനെ നോക്കുകയാണ്, അവളിവിടെ എത്തിയിട്ടുണ്ടോ, കോടതിയിൽ എത്തിയിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നോക്കുകയാണ് കേട്ടോ.
ഈ ഒരു സമയം എന്താണെങ്കിലും ഒരു കാര്യം സംഭവിക്കുകയാണ് കേട്ടോ. അഞ്ജലി ആ സമയത്ത് അവിടെ എത്തും. ഏറ്റവും വലിയ സീൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജാസ്മിൻ ഒരു കേസ് സ്വയം ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി എന്ന് രാഘവൻ അറിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവത്തെ രാഘവൻ ചോദ്യം ചെയ്യുകയാണ് ജാസ്മിനോട്, നീ സ്വയം കേസെടുത്ത് നടത്താനായിട്ട് തുടങ്ങിയല്ലേ എന്ന്. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ അഞ്ജലി വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരു വലിയ ട്വിസ്റ്റ് ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു, വേറൊന്നുമല്ല. അപ്പോൾ ജാസ്മിന് ഈ ഒരു രീതിയിൽ ടോർച്ചർ ചെയ്യുന്ന കാണുമ്പോൾ അഞ്ജലിയുടെ മനസ്സിൽ ചില ഒരു പ്ലാനുകൾ അപ്പോൾ തന്നെ തയ്യാറാകുകയാണ്. പ്രൊമോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അഞ്ജലി ചിന്തിക്കുന്നത് ജാസ്മിനെ തൻ്റെ സൈഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് പത്മ കേസിൽ രാഘവനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്, രാഘവനെതിരെ കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു സപ്പോർട്ടായിട്ട് അഞ്ജലിക്ക് ജാസ്മിൻ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജാസ്മിന് വലിയ രീതിയിലൊരു മാനക്കേടാണ് ഈ രാഘവൻ കാരണം കോടതി മുറ്റത്ത് വെച്ചുണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് രാഘവനുമായിട്ട് ജാസ്മിൻ തെറ്റുകയും അഞ്ജലിയുടെ സൈഡിലേക്ക് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞൊരു വലിയൊരു ടെസ്റ്റ് എന്ന്. അപ്പോൾ അഞ്ജലിയുടെ മുഖത്തുള്ള ആ ഒരു മുഖഭാവത്തിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു സംഭവം കൂടാതെ ഇന്ന് വന്ന പ്രൊമോയിലുള്ളത് അനുപമ ഭയപ്പെട്ടതുപോലെ നമ്മുടെ അഭി തിരിച്ചു വരികയാണ് കേട്ടോ. അഭി തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് എത്ര ടെൻഷൻ അടിച്ചായിരിക്കും അനുപമ അവിടെ ഇരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയ ശംഖചക്രത്തിൽ. പക്ഷേ എത്ര ടെൻഷൻ അടിച്ചിട്ടും കാര്യമില്ല, അഞ്ജലി തിരിച്ച് ശംഖചക്രത്തിൽ എത്തുക തന്നെ ചെയ്യും. എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് കോടതിയിൽ കുറച്ച് സീനൊക്കെ നടന്നിട്ടുണ്ടാവും. അതിന് ശേഷമാണ് അഞ്ജലി തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിനിടയിൽ കോടതി കോടതിന് മുറ്റത്ത് വെച്ച് നമ്മുടെ ഒരു മിന്നി മറിഞ്ഞ് നമ്മുടെ അർജുനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്താണെങ്കിലും അഞ്ജലി തിരിച്ച് ശംഖചക്രത്തിൽ എത്തും. അപ്പോൾ ഈ ഒരു സമയം ടെറസിൽ 2ാം നിലയുടെ മുകളിലാണ് നമ്മുടെ അഭിക്കുട്ടനുള്ളത്. അഭിക്കുട്ടൻ എന്തോ ഫോൺ ചെയ്ത് കൊടുക്കുമ്പോൾ അഡ്വക്കേറ്റ് അഞ്ജലി വന്നിറങ്ങുന്നു. തൻ്റെ സ്വപ്നത്തിലെ റാണിയായ അഡ്വക്കേറ്റ് അഞ്ജലി വന്നിറങ്ങുന്നു. അപ്പോൾ ഈ അഭിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോവും. അഡ്വക്കേറ്റ് അഞ്ജലിക്ക് എന്താണ് ശംഖചക്രത്തിൽ കാര്യം? ഇതിനിടയിൽ സംഭവിച്ച കാര്യങ്ങളോ കഥകളോ ഒന്നും പാവം അഭിക്ക് അറിയില്ലല്ലോ. അങ്ങനെ അഭി ഇതെന്താണ് സംഭവം എന്ന് വിചാരിച്ച് പുറത്തേക്ക് വരും. അനുപമയും കാണും. അനുപമയുടെ സകല പിടിവളിയും വിട്ടുപോകും. ഇനി എന്ത് ചെയ്യും, എങ്ങനെ നേരിടും എന്ന് പോലും അനുപമയ്ക്ക് അറിയില്ല. എന്തായാലും അനുപമയുടെ കിളി നാളെ പറക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ അഞ്ജലി താഴേക്ക് ഇറങ്ങി വരും. അഞ്ജലി ഓട്ടോയിൽ നിന്ന് ഇറങ്ങും. ഈ ഒരു സമയത്ത് അഭിയും പുറത്തേക്ക് ഇറങ്ങി വരും. അഭി ചോദിക്കും, അഞ്ജലി എന്താണ് ഇവിടെയെന്ന്. അപ്പോൾ ഇനിയൊന്നും മറിച്ചിട്ട് കാര്യമില്ല അനുപമയ്ക്ക്. അനുപമ പറയുന്നുണ്ട്, അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ വന്നതാണ്, ഭർത്താവിനെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയും. അപ്പോഴാണ് അഭിക്ക് കാര്യങ്ങളും കഥകളൊക്കെ അറിയുന്നത്. പക്ഷേ ഈ ഒരു കഥ അറിയുമ്പോൾ അഭി അതിന് ഏത് രീതിയിൽ എടുക്കുമെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് കേട്ടോ. അഭി അതൊരു വീണ്ടും ഒരു വേറൊരു നെഗറ്റീവ് റോളിലേക്ക്, ഒരു നെഗറ്റീവായ ഒരു ക്യാരക്ടറിലേക്ക് അഭി മാറുമോ എനിക്കൊരു ടെൻഷനുണ്ട്. അങ്ങനെ മാറുകയാണെങ്കിൽ അർജുനും അഞ്ജലിക്കും ഒരുപാട് വെല്ലുവിളികൾ ഇനി വരും ദിവസങ്ങളിൽ അഭിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. കാരണം അർജുൻ അഞ്ജലിയെ സ്വന്തമാക്കി എന്നറിയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അഭി ഉണ്ടാക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ പിരിക്കാൻ വേണ്ടി എന്തൊക്കെയൊക്കെ അഭി ചെയ്യുമെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ടേക്ക് കെയർ. ബൈ ബൈ.